അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അരീക്കോട് എന്ന കൊച്ചു ഗ്രാമത്തിൽ രൂപപ്പെട്ട ഒരു വലിയ പ്രസ്ഥാനമാണ് ജമിയത്തുൽ മുജാഹിദീൻ സംഘം. ഈ സംഘത്തിന്റെ പ്രഥമ പ്രസിഡന്റായിരുന്നു NV അബ്ദുസ്സലാം മൗലവി. വാസ്തവത്തിൽ 1944 ജമിയത്തുൽ മുജാഹിദീൻ എന്ന ഈ കൊച്ചു സംഘം രൂപപ്പെട്ടുണ്ടാകുന്നത്. NV അബ്ദുസ്സലാം മൗലവിയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന 10-12 ചെറുപ്പക്കാരും ഈ പ്രദേശത്തെ അന്ധവിശ്വാസങ്ങളും അതുപോലെ വിദ്യാഭ്യാസ രംഗത്തെ വളരെ ശോചനീയമായ അവസ്ഥയും മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തുകയും ആ ശ്രമം അരീക്കോടിന്റെ മനസ്സ് വളരെ സ്വാഗതം ചെയ്യുന്ന രീതിയിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്നതായി മനസ്സിലായപ്പോഴാണ് ജമിയത്തുൽ മുജാഹിദീൻ എന്ന ഈ സംഘം അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ സാധിച്ചിട്ടുള്ളത്. ഈ അരീക്കോട്ടെ ജമിയത്തുൽ മുജാഹിദീൻ എന്ന സംഘത്തിന്റെ പേരിൽ നിന്നാണ് വാസ്തവത്തിൽ നദുവത്തുൽ മുജാഹിദീൻ എന്ന പേര് പോലും രൂപപ്പെടുന്നത്. അതും അബ്ദുസ്സലാം മൗലവി നൽകിയതാണ്. അങ്ങനെ മുജാഹിദുകൾ എന്ന് അറിയപ്പെടുന്ന ഈ സംഘത്തിന്റെ പേരിന്റെ പോലും തുടക്കം അബ്ദുസ്സലാം മൗലവിയായിരുന്നു എന്ന് പറയാം. 1944 ആരംഭിച്ച ജമിയത്തുൽ മുജാഹിദീന്റെ ഈ പ്രയാണം പിന്നീട് അനുസ്യൂതം തുടരുകയാണ് ഉണ്ടായത്. 1955 ആയപ്പോൾ ഓറിയന്റൽ ഹൈസ്കൂൾ നിലവിൽ വന്നു. പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷമാണ് യത്തീംഖാനയുടെ ആവശ്യം വന്നപ്പോൾ സാധാരണ യത്തീംഖാനയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ സാധാരണ മറ്റു സ്കൂളുകളിൽ കുട്ടികൾ പഠിക്കുന്ന അതേ രീതിയിൽ പ്രത്യേകമായ യൂണിഫോം ഇല്ലാതെ തൊപ്പിയില്ലാതെ സാധാരണ സ്കൂളിലെ മറ്റു കുട്ടികളെ പോലെ യത്തീം കുട്ടികളും വളരണം എന്ന രീതിയിൽ സുല്ലം ഇസ്ലാം ദാറുൽ യത്തീം 1976 രൂപപ്പെട്ടുണ്ടായത്. പിന്നീട് അങ്ങോട്ട് സയൻസ് കോളേജാണ് സുല്ലം ഇസ്ലാം സ്ഥാപനങ്ങളിലെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനമായിക്കൊണ്ട് ഇന്ന് നിലവിലുള്ള അറബിക് കോളേജിനെ പോലെ ഉന്നതമായ കലാലയമായി സയൻസ് കോളേജ് നിലനിൽക്കുന്നു. ആ സയൻസ് കോളേജ് രൂപപ്പെട്ടു വരുന്നത് 1995 പിന്നീട് പബ്ലിക് സ്കൂൾ 1997 സുല്ലം ഇസ്ലാം പബ്ലിക് സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂൾ ഉണ്ടാവുകയും അധികം താമസിയാതെ തന്നെ ITCയുടെ ആവശ്യം ബോധ്യപ്പെട്ടപ്പോൾ 1998 ITCയും അരീക്കോട് സുല്ലം ഇസ്ലാമിന്റെ കീഴിൽ തന്നെ പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി. പിന്നെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഏകദേശം 7 വർഷങ്ങൾക്ക് ശേഷമാണ് B.Ed കോളേജ്, അതിന് തൊട്ടടുത്ത വർഷം തന്നെ TTC കോളേജും 2005 2006 കൊണ്ട് രൂപപ്പെടുകയും അതും ഇന്ന് നല്ല രീതിയിൽ ഉയർന്ന നിലവാരത്തോടു കൂടി ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. മൈസസ് പബ്ലിക് സ്കൂൾ എന്ന പേരിൽ പിന്നീട് ഒരു സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം CBSE സിലബസോട് കൂടിയുള്ള ഇംഗ്ലീഷ് മീഡിയം ആവശ്യമാണ് എന്ന് വന്നപ്പോൾ മൈസസ് പബ്ലിക് സ്കൂൾ 2009 സുല്ലം ഇസ്ലാമിന്റെ കീഴിൽ വരികയും അതിനോട് തുടർന്ന് തന്നെ ഒരു LP സ്കൂൾ ഇതുവരെ സുല്ലം ഇസ്ലാമിന്റെ കീഴിൽ ഉണ്ടായിരുന്നില്ല. 2010 LP സ്കൂൾ വന്നത്. അങ്ങനെ 2015 ഏറ്റവും പുതിയ അൽഫിത്ര സ്കൂൾ അൽഫിത്ര സംരംഭം വരെ ഇന്ന് സുല്ലം ഇസ്ലാം സ്ഥാപനങ്ങളുടെ കീഴിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രചോദനമായി നിൽക്കുന്നത് NV അബ്ദുസ്സലാം മൗലവിയും സംഘവും അതിന്റെ തുടക്കത്തിൽ എന്തൊരു ആശയവും ആദർശവും മുറുകെ പിടിച്ചുകൊണ്ട് പോകാനാണ് അതിന്റെ അനുയായികളെ പഠിപ്പിച്ചത്. അത് അതേ രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളോടോ അധ്യാപകരോടോ മറ്റേതെങ്കിലും രീതിയിലുള്ള കോഴയോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള സംഭാവനകളോ ഈ ഒരു കോഴ രീതിയിലുള്ള ഒരു സംഭാവനയും ഒരു സ്ഥാപനവും അധ്യാപകരോടും ജീവനക്കാരോടും ഒന്നും സ്വീകരിക്കാതെ അത് ഒരിക്കലും ഉണ്ടാകരുത് എന്ന മാതൃകയിൽ അബ്ദുസ്സലാം മൗലവിയും സംഘവും കാണിച്ചു തന്ന ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമിയത്തുൽ മുജാഹിദിന്റെ ഈ പ്രവർത്തനങ്ങൾ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എല്ലാ രംഗങ്ങളിലും സജീവമായി ഉണ്ടായിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ദൗർഭാഗ്യകരമായ ഭിന്നിപ്പുണ്ടായപ്പോഴും
അരീക്കോട് ജമിയത്തുൽ മുജാഹിദീനെ അത് ബാധിക്കാതെ എല്ലാവരും ഒരേ രീതിയിൽ നിലനിൽക്കുകയും 14 വർഷങ്ങൾക്ക് ശേഷം മുജാഹിദ് പ്രസ്ഥാനം യോജിക്കാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ ജമിയത്തുൽ മുജാഹിദീനെ സംബന്ധിച്ചിടത്തോളം അത് നിലനിർത്തി പോന്ന അതേ രീതിയിൽ തന്നെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. യാതൊരു ഭിന്നിപ്പുമില്ലാതെ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ജമിയത്തുൽ മുജാഹിദീൻ ആ വിഷയത്തിൽ സന്തോഷവും വളരെയധികം ആഹ്ലാദവും അറിയിക്കാനുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.